പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ജെറുസലേമിനടുത്ത് വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു, സമാധാനത്തിലുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ. എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയമടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തു നിന്നും നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും. നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മോടും ഓർമ്മപ്പെടുത്തുന്നത്, ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാനായിട്ടും ദൈവത്തോടൊപ്പമായിരിക്കുവാനായിട്ടും ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുന്നതിന് വേണ്ടിയും ദൈവിക കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയും തന്നെ. അല്ലെങ്കിൽ യേശു ജെറുസലേമിനോട് പറഞ്ഞതുപോലെ പറയേണ്ടി വരും നമ്മളോടും. ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കാം, ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ നിറയെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ദൈവത്തെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.